ഇന്നിവിടെ അടുത്തുള്ള ഡാമും വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകട്ടോ. പോണ സ്ഥലത്തിന്റെ ഭംഗി ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങൾക്ക് കൂടി കാണണ്ടേ. പോകുമ്പോൾ നമ്മൾ വേടച്ചേട്ടന്റെ വീടിന്റെ അത് കൂടി ആട്ടോ പോയി. ഇതാണ് വേടച്ചേട്ടന്റെ വീട്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്നുള്ളതിന്റെ ഷോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓടിച്ച് ശീലമായി വരെയുള്ളത് അതുകൊണ്ട് വണ്ടി വേഗം കൈമാറിയിട്ടാ. വർത്താനം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞില്ലാട്ടെ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഈ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് പൂമര ഡാം. ഇത് വരുന്നത് നമ്മുടെ തൃശ്ശൂർ തിരൂര് ഭാഗത്താണ് കേട്ടോ. ഇവിടെ മഴ പെയ്ത് അത്യാവശ്യം വെള്ളമായതുകൊണ്ട് തന്നെ ഷട്ടറൊക്കെ തുറന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം ഈ വെള്ളം ഒഴുകി താഴേക്ക് വരുന്നതാട്ടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടം. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കണ്ടപ്പോൾ. ഇതിന് വെള്ളച്ചാട്ടം തന്നെയല്ലേ പറയാ. ഇന്നാണെങ്കിൽ മഴയൊക്കെ കുറഞ്ഞ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഉച്ചയായതുകൊണ്ട് പറയും വേണ്ട, സൂര്യൻ നല്ല പവറിലായിരുന്നു കേട്ടോ. വെള്ളത്തിന്റെ മുകളിലൊക്കെ നല്ല വെയിലടിച്ചിട്ട് തിളങ്ങി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ലേ, പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സമയത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളുകൊണ്ട് തന്നെ പിന്നെ കുറെ നേരം അവിടെ നിന്ന് തിരിയാതെ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പോണ വഴി അത്ര നല്ലതൊന്നുമല്ല കേട്ടോ, നിറച്ച് കുണ്ടും കുഴിയായിരുന്നു. അങ്ങനെ കുറെ കുത്തിക്കുലുങ്ങി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടാ. നേരത്തെ കണ്ട സ്ഥലവും ഈ സ്ഥലം ഒരേപോലെ ഇരിക്കണമെങ്കിൽ രണ്ട് സ്ഥലമാണ്. ഈ ഡാമിന്റെ പേരാണ് പത്താഴക്കുണ്ട്. എന്തുകൊണ്ട് ആ പേര് വന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതാണ് ഇതിന്റെ പേര്. ഇവിടെ കുറെ ചേട്ടന്മാര് മീൻ പിടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് നേരം നിന്ന് കാറ്റൊക്കെ കൊണ്ടിനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. എവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചു ഞങ്ങൾ. കുറെ വീഡിയോസിലൂടെ ഭയങ്കര ഫേമസ് ആയ സ്ഥലമായിട്ട് ഇത്. അതുകൊണ്ടാണ് തോന്നുന്നത് കുറെ പേര് തപ്പി പിടിച്ചിട്ട് വരെ വരേണ്ട ഈ സ്ഥലത്ത്. ഞങ്ങളിവിടെ 3-4 വട്ടം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴൊന്നും ഇല്ലാത്ത തിരക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് വട്ടായി വാട്ടർഫോൾസ്. ഇവിടെ തന്നെ 2 വെള്ളച്ചാട്ടം ഉണ്ട്. ഇത് താഴത്തെ വെള്ളച്ചാട്ടം, ഇതിന്റെ മുകളിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഞങ്ങൾ പോയില്ലേ. അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് വട്ടായി. കാടിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോണ പോലെ ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് നമുക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താട്ടോ. നമ്മളിപ്പോൾ പോയി 3 സ്ഥലങ്ങൾ അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അവിടുന്ന് കിട്ടുക. പോണ വഴി നിറച്ച് റംബൂട്ടാൻ കഴിച്ച് നിൽക്കുന്നുണ്ട്. അതിനൊക്കെ നെറ്റ് ഇട്ട് സെക്യൂർ ചെയ്ത് വെച്ചേക്കാം. ഫാമിലിയുടെ കൂടി ഫ്രണ്ട്സിന്റെ കൂടിയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുടെ കറക്റ്റ് ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സ്ഥലത്തിന്റെ പേരടിച്ചു കൊടുത്താൽ കിട്ടും. വേറൊന്നും വിചാരിക്കില്ല കേട്ടോ, എനിക്കിത് കറക്റ്റ് സ്ഥലം അറിയാത്തതുകൊണ്ടാണ്. തൃശ്ശൂർ തിരൂരാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ശരിട്ടാ, ബൈ.